ഉണ്ടായിരുന്നു. ഈ റീ എൻട്രി ചെയ്തൊരു പ്ലാൻ ചെയ്തിട്ട് കയറിയെന്ന് തോന്നുന്നുണ്ടോ? അനുവിന് എങ്ങനെ വന്നാലും കപ്പ് കിട്ടരുത് എന്നൊരു ഉദ്ദേശത്തിൽ ഉണ്ടാവാം. അത് ഏതെങ്കിലും മറ്റേതെങ്കിലും കണ്ടസ്റ്റന്റിന്റെ പിയാവിന്റെ സ്വാധീനത്തിലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും തോന്നില്ല. പക്ഷേ ഒരു പ്ലാനിങ് നടന്നതായിട്ട് ലക്ഷ്മിക്ക് തോന്നി. പ്ലാനിങ്ങിന്റെ ഇത് അങ്ങനെ ഉണ്ടാവാം. കണ്ടിട്ട് അങ്ങനെ തോന്നി. ഞാൻ എൻ്റെ നിലപാട് എൻ്റെ സ്വന്തം കാഴ്ചപ്പാടാന്ന് തന്നെ പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞാൽ അതിൽ മാറ്റമൊന്നുമില്ല. വീണ്ടും വീണ്ടും ചോദിക്കണ്ട, അതിന് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവും. അത് ലാലേട്ടൻ്റെ ഇഷ്ടമല്ലേ. ലാലേട്ടൻ ഗെയിമിൻ്റെ ഇടയ്ക്കും പറഞ്ഞായിരുന്നല്ലോ വെൽക്കം എന്നുള്ളത്. അവർ ഫൈനൽ സ്റ്റേജ് വെച്ച് ചോദിച്ചായിരുന്നു, അതൊന്ന് ഓർമ്മിപ്പിച്ചായിരുന്നു. ലാലേട്ടൻ എല്ലാവരോടും വെൽക്കം എന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പോകാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലെസ്ബിയൻ കമ്മ്യൂണിറ്റിയോടുള്ള എതിർപ്പാണോ അതിലെ നോയോട്, അതോ അവരുടെ ഒരു സ്വഭാവത്തോടുള്ള എതിർപ്പാണോ ലക്ഷ്മിക്ക് ശരിക്കുള്ളത്? രണ്ട് ഇതിലും പറയാം. കുറച്ച് എനിക്ക് ഗെയിമിൻ്റെ ഭാഗമായിട്ട് സ്വഭാവത്തിലോട്ടുള്ള ഇത് ഉണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് ഇത് നോർമലൈസ് ചെയ്യുന്നത് അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ട് രീതിയിലുള്ള വിയോജിപ്പുകളും ഉണ്ട്. അത് റിയൽ ലൈഫിലോട്ട് എനിക്ക് കൊണ്ടുപോകണോ വേണ്ടോ എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. കാരണം അത് ഗെയിം മാത്രമല്ല, ഗെയിം കഴിഞ്ഞു അവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ നെവിൻ്റെ ഒരു ഏതാണ്ട് ഇതേ ഒരു സെക്ഷനിൽ പെട്ട ഒരാളല്ലേ നെവിനും? ഒരിക്കലും നെവിൻ അത് വോയിസ് ഔട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരാളെ അല്ലായിരുന്നു. ഒരിക്കലുമല്ല. കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഒന്നും അല്ല വന്നിരുന്നത്. പക്ഷേ നെവിൻ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തു, എൻ്റെ മെസ്സേജ് കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെ. ഒരിക്കലും ഞാൻ അത് കേട്ടിട്ടില്ല. നെവിൻ ഒരിക്കലും ഉള്ളിൽ വെച്ച് അങ്ങനെ പറഞ്ഞു. ഈ അവസാന നിമിഷം നൂറ് പുറത്തു പോകാൻ കാരണം ആദിലയുടെ എന്തെങ്കിലും ഗെയിമാണെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ അവരുടെ ഗെയിം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. വോട്ടിംഗ് അല്ലേ, അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചിട്ടായിരുന്നു മിക്ക ഗെയിമും പോയിക്കൊണ്ടിരുന്നത്. ചിലപ്പോൾ ഒരാൾ പോയപ്പോഴത്തേക്കും മറ്റേ ആൾക്ക് അത്രയും സ്ട്രെങ്ത് ചിലപ്പം പോയിട്ടുണ്ടാവാം. അനുമോളോട് സംസാരിച്ചായിരുന്നു കപ്പെടുത്ത് പുറത്തു വന്നതിന് ശേഷം? എന്താ പറഞ്ഞു പുള്ളിക്കാരി? കൂടത്തിനുണ്ടായിരുന്നു. വളരെ സന്തോഷം, ഒത്തിരി ഹാപ്പിയാണ്. കംപ്ലീറ്റ്ലി വിശ്വസിക്കുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ നല്ലതായിരുന്നു. എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടാണോ അനുമോളോട് കുറച്ച് സപ്പോർട്ട് കൊടുക്കണം എന്ന് തോന്നിയത്? അതുകൊണ്ട് മാത്രമല്ല, അങ്ങനെ ആരുടെ ചെയ്യാൻ പാടില്ല. അനുമോളുടെ അടുത്തൊന്നല്ല, അത് ആരുടെ